kickboxing gold medalist Rahul Lal Patma. മൂക്ക് പൊട്ടാറുണ്ട് ഇടയ്ക്ക്, അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട്. ചുണ്ടും സിമ്പിൾ ആയിട്ടാ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് എന്റെ മൂക്ക് പൊട്ടാറുണ്ടെന്നൊക്കെ. എൻ്റെ കോച്ചിനടുത്ത് പറഞ്ഞു, ഇവരുടെ ശബ്ദം നീ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. അത് നീ എന്ത് ചെയ്യുന്നോ ഇല്ലയോ ഇവര് ഇനി മിണ്ടല്ലോ എന്ന് പറഞ്ഞു. പുള്ളി കയറി വന്ന ടൈമിൽ തന്നെ ഞാനൊരു ഫ്രണ്ട് കിക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ടോട്ടൽ സ്റ്റേഡിയം സൈലന്റ് ആയി. ഒരു പ്രൊഫഷണൽ ഫൈറ്ററിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ്, ഒരു ഫൈറ്റിന് ഇറങ്ങിയ നീയാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ചിറങ്ങുക. എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞത്, നീയാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ചിറങ്ങുക. ആ ഫൈറ്റ് നീ ജയിച്ചിട്ട് ഇറങ്ങുമ്പോൾ നീ ഒന്നുമല്ലെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഒരു നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ബോക്സർ വേസ്റ്റ് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്ത്യയിൽ ഒരു അത്ലറ്റിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സണിന് കൊടുക്കുന്ന വില. ഇവിടെ കുംഭമേളയ്ക്ക് എങ്ങാണ്ട് 2200 കോടി എങ്ങാണ്ട് കൊടുത്തു എന്ന് ഞാനൊരു ന്യൂസ് കണ്ടിങ് കണ്ടു. അതിലൊരു 100 കോടി സ്പോർട്സിന് വേണ്ടി മാറ്റി വെച്ചാൽ ഇന്ത്യയിൽ അത്യാവശ്യം ഒളിമ്പിക്സിൽ മെഡൽസ് കൂടും. അല്ലെങ്കിൽ ഫുട്ബോൾ മാത്രമല്ല സ്പോർട്ട്, ഇന്ത്യയിൽ വേറെ സ്പോർട്സ് ഉണ്ട്, അവിടെ അത്ലറ്റ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി കുറച്ചെങ്കിലും എമൗണ്ട് മാറ്റി വെച്ചാൽ ഇന്ത്യയിൽ അത്യാവശ്യം മെഡൽസ് ഒക്കെ വരും. രാഹുൽ കാണാൻ ഭയങ്കര ഹാൻസം ആണ്, അടിപൊളിയാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ട്, പെൺകുട്ടികളൊക്കെ പ്രപ്പോസ് ചെയ്യാറുണ്ട്. അങ്ങനൊന്നും വരാറില്ല. ഓക്കെ, കമ്മിറ്റഡ് ആണോ? അതെ, എല്ലാവരുടെയും പ്രതീക്ഷ പോയി കമ്മിറ്റഡ് ആണ്. ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണ്? എനിക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോഴും ഷോർട്ട് ഫിലിമും വെബ് സീരീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വലിയ സൂര്യ ഫാനാണ്. അപ്പോൾ എനിക്ക് പുള്ളിയെ വെച്ചൊക്കെ ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഞാൻ ആകെ 4 മാച്ചസ് തോറ്റിട്ടുള്ളൂ. 4 മാച്ചസ് തോറ്റതും നാഷണൽസ് ആണ്. നാഷണൽ തോറ്റ 4 മാച്ച് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഞാൻ തോറ്റത്. കാരണം റഫറീസ് തിരിച്ച് മെഡലൊക്കെ അടിച്ച് വന്ന് നാട്ടിലെത്തിയപ്പോഴത്തേക്ക് നാട്ടിൽ എനിക്കൊരു സ്വീകരണം തന്നു. എനിക്ക് വേണ്ടി മാത്രം ഒരു ഫംഗ്ഷൻ. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എനിക്ക് ഇത് മതി, ഇതിൽക്കുള്ളൊന്നും വേണ്ടെന്ന്. അച്ഛൻ്റെ വായിന്നൊക്കെ അതൊക്കെ കേൾക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. ഹായ്, ഇറ്റ്സ് മീ ഏഞ്ചൽ. ഇന്ന് നമ്മുടെ ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്, കിക്ക് ബോക്സിംഗ് ഗോൾഡ് മെഡലിസ്റ്റ് രാഹുൽ ലാൽ പത്മ. ഹായ്. ഹായ്. സൗണ്ടിന് എന്ത് പറ്റി? സൗണ്ട് ജസ്റ്റ് അവിടുത്തെ ക്ലൈമറ്റ് മാറി നിന്നെൻ്റെ. ഡൽഹിയിൽ നല്ല തണുപ്പായിരുന്നു. കോമ്പറ്റീഷന് തണുപ്പ് തൊണ്ടുപോയി. എങ്ങനെയാണ് ഈ കിക്ക് ബോക്സിങ്ങിലോട്ട് എത്തുന്നത്? ഐ മീൻ, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു തോട്ട് സ്റ്റാർട്ട് ചെയ്തത്, ആ ഒരു ഇൻസിഡന്റ് എങ്ങനെയായിരുന്നു? ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ ഇച്ചിരി ഫ്രസ്ട്രേഷനിലൊക്കെ നിന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഒരു അടി നടന്നു. അപ്പോൾ ഞാനും അടിയിട്ടുണ്ടായിരുന്നു. അടി ഉണ്ടാക്കി. അതിൽ നിന്നാണ് തുടക്കം. ഒരു അടിയിൽ നിന്നാണ് എല്ലാം മൊത്തം തുടക്കം. അപ്പോൾ അടി ഉണ്ടാകുന്ന ടൈമിൽ എൻ്റെ കോച്ച് അവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി. പുള്ളി അന്ന് എൻ്റെ കോച്ചല്ല, പുള്ളി ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ജസ്റ്റ് അന്ന് എൻ്റെ ഫൈറ്റ് മൊത്തം, അവിടെ നടന്ന ഇടി മൊത്തം കണ്ടിട്ട് പിറ്റേ ദിവസം ഞാൻ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോകുന്ന ടൈമിൽ അവിടെ വന്നിട്ട് ചോദിച്ചു, നിനക്ക് നല്ല ഹൈറ്റില്ലേ, കിക്ക് ബോക്സിങ് പഠിക്കുന്നു, എന്തായാലും നീ ഫൈറ്റ് ചെയ്യുന്നു, നീ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞ് പുള്ളിയാണ് കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്നു കിക്ക് ബോക്സിങ്. ഓക്കെ, ഇതുപോലെ ഒരു മൂവി ഇല്ലേ, ഒരു മാധവന്റെ ഒരു മൂവി ഇല്ലേ, ഇതുപോലത്തെ സെയിം ഒരു മൂവി കണ്ടിട്ടുണ്ടോ? മാധവന്റെ ഇല്ല. കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ പേര് ഓർമ്മയില്ല. ഇതുപോലെ ഏതെങ്കിലും മൂവി ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ? ഇൻസ്പയർഡ് ആയിട്ടുണ്ടോന്ന് വെച്ചാൽ എനിക്ക് മൂവി സാർപ്പട്ട പരമ്പര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ബോക്സിംഗ് പടങ്ങൾ, അത്യാവശ്യം ബോക്സിംഗ് പടങ്ങളെല്ലാം കാണും. കൊച്ചിലെയൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് ഈ സിനിമയൊക്കെ കാണുമ്പോൾ ബോക്സിംഗ് ഒക്കെ പഠിക്കണം. പക്ഷെ അത് എവിടെ പോയി പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് പുള്ളി വന്ന് ചോദിച്ചു, ഞാൻ ഓക്കെ ബോക്സിംഗ് എന്നുള്ള രീതിയിൽ പോയി. അപ്പോൾ ഒരു മെന്റലി ഡൗൺ ആയിരുന്ന ടൈം ആയതുകൊണ്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ കയറി ചെന്നേ. ഇപ്പം രാഹുലിനാണെങ്കിൽ ആദ്യം ഒന്നും അറിയില്ലായിരുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. അതുപോലെ ഒരു പ്രൊഫഷണൽ ഫൈറ്റർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അഡ്വൈസ് എന്താണ്? ഇപ്പോൾ പ്രൊഫഷണൽ ഫൈറ്റർ ആവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ എനർജി ഫുള്ളി യൂസ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. നിങ്ങളുടെ ഇല്ലാത്ത എനർജി നിങ്ങൾക്ക് ആ ടൈമിൽ ഗെയിൻ ചെയ്യാൻ നിങ്ങളെ പുഷ് ചെയ്യുന്നൊരു ഗെയിമാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇപ്പോൾ ഒരു ഫൈറ്റർ ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം മൈൻഡ് സെറ്റ് കറക്റ്റ് ചെയ്യുക. ഇടി കിട്ടും, ഇത് കൊടുക്കുന്ന മാത്രമല്ല കിട്ടുകയും ചെയ്യും.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് റെഡിയാക്കുക. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഡിസിപ്ലിനായിട്ട് ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ റിയൽ ലൈഫിൽ ഇങ്ങനെ ഇടി കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് കിട്ടിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ സീരിയസ് ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഫൈറ്റിങ്ങിന് ഇടയ്ക്കൊക്കെ? കിക്ക് ബോക്സിംഗിൽ എൻ്റെ ലെഗ് ഫ്രാക്ചർ ആയിട്ടുണ്ട്. ജസ്റ്റ് കിക്ക് ചെയ്യുന്നത് ലോക്കായി ജസ്റ്റ് ഒരു ക്രാക്ക് കണക്ക് വീണു. പക്ഷെ ഓക്കെ ആയിരുന്നു. അതിലും വലിയ പിന്നെ മൂക്ക് പൊട്ടാറുണ്ട് ഇടയ്ക്ക്, അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട്. ചുണ്ടും ഇടയ്ക്കിടയ്ക്ക് എന്റെ മൂക്ക് പൊട്ടാറുണ്ടെന്നൊക്കെ. അത് ഈ ഗെയിമിന്റെ പാർട്ട്. അത് ഇപ്പൊ നിങ്ങൾ ഏത് ബോക്സറായാലും കിക്ക് ബോക്സറായാലും ചോദിച്ചാൽ പറയും ചുണ്ടും മൂക്കൊക്കെ പൊട്ടാറുണ്ട്, പൊട്ടിയിട്ടുണ്ട്, മുഖത്തൊക്കെ പാട് വീഴാറുണ്ട്, കാലും കൈയൊക്കെ ചതയാറുണ്ട്. അത് ഈ ഗെയിമിന്റെ ഭാഗമാണ്. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഏതാണ്? അതെന്റെ ഫസ്റ്റ് ഫൈറ്റ്. എൻ്റെ ഫസ്റ്റ് ഫൈറ്റ് കേരള സ്റ്റേറ്റ് ആണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പോണന്റ് ഒരു ഇടുക്കി പ്ലെയറാണ്. അപ്പോൾ അത് കോളേജ് പിള്ളേരായിരുന്നു. അപ്പോൾ അവർ കോളേജ് പിള്ളേരെന്ന് പറയുമ്പോൾ ഭയങ്കര സപ്പോർട്ടല്ലേ അവരുടെ ടീമിനെ. അപ്പോൾ അവരുടെ ടീം, ഞാൻ ഒപ്പോണന്റ് സൈഡിൽ ഇരിക്കുകയാണ്, അവരുടെ ടീമിൽ പ്ലെയർ അവിടെ വന്നു. അപ്പോൾ ഒപ്പോണന്റ് ടീമിൻ്റെ പേര് ഭയങ്കരമായിട്ട് അവർ കിടന്ന് ഇടുക്കി ടീം ഫുൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ പേര്. അപ്പം എൻ്റെ കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരുടെ ശബ്ദം നീ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. അത് നീ എന്ത് ചെയ്യുന്നോ ഇല്ലയോ ഇവർ ഇനി മിണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കയറി വന്ന ടൈമിൽ തന്നെ ഞാനൊരു ഫ്രണ്ട് കിക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ടോട്ടൽ സ്റ്റേഡിയം സൈലന്റ് ആയി. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു കിക്ക് നമ്മൾ പറയത്തില്ല, ഒരു എക്സൈറ്റ്മെന്റ് മൂഡ് എന്നൊക്കെ പറയുന്നത്, അത് എനിക്ക് സൈലന്റ് ആയി. അപ്പോൾ അവർ താഴെ വീണിട്ട് പുള്ളി എൻകറേജ് ചെയ്യാൻ പിന്നെയും ഇവർ ബളം വെച്ചു. അപ്പോൾ പിന്നെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു ചവിട്ട് വെച്ച് കൊടുത്തു. പുള്ളി പിന്നെയും താഴെ വീണു. അപ്പോൾ അവർ സൈലന്റ് ആയി. ആ സൈലന്റ് ആവുന്നതിൻ്റെ കൂടെ എൻ്റെ ടീംമേറ്റ്സ് എല്ലാം കൂടി എൻ്റെ പേര് ഉറക്കെ വിളിച്ച് പറഞ്ഞ് ബേളം വെക്കാൻ തുടങ്ങി. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കൊരു എന്താ പറയുന്ന നമുക്കൊരു എനർജി കിട്ടില്ലേ. അന്നുതൊട്ട് എനിക്ക് കിക്ക് ബോക്സിങ് ഭയങ്കര ഒരു കിക്ക് കണക്കാണ്. ട്രെയിനിങ് ടൈമിൽ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്താണ്? വർക്കൗട്ട്സ്. നല്ല കാർഡിയോസ് മാത്രമേ എനിക്ക് ആദ്യം തുടങ്ങുന്ന ടൈമിൽ ഓൾമോസ്റ്റ് 3 മണിക്കൂർ കാർഡിയോ വർക്കൗട്ട്സ് മാത്രം വരും. വർക്കൗട്ട്സ് മാത്രം കഴിഞ്ഞ് എന്നിട്ട് 1 hour ഈ സ്പാറിങ്, ഷാഡോസ്, ഈ പരിപാടികളെല്ലാം വരും. ഞങ്ങളുടെ അക്കാഡമിയിൽ കൊച്ചു പിള്ളേർ ഒരു 5 വയസ്സുള്ള കൊച്ചു വരെ എൻ്റെ കൂടെ 3 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ അവിടെയുള്ള ആർത്തവണെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ അക്കാഡമിയിലുള്ള പിള്ളേർക്ക് ഇപ്പം പോലും എനിക്ക് ആ പിള്ളേരുടെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല വർക്കൗട്ട് ചെയ്ത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കിഡ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ കൂടെ ഒക്കെ വർക്കൗട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളത് തന്നെ ഒരു ഇച്ചിരി ടഫ് പരിപാടിയാണ്. ഞാൻ ആദ്യം ചെന്നപ്പോൾ നമ്മളാണല്ലോ വലിയ ഫൈറ്റർ, നമ്മളെ വിളിച്ചുകൊണ്ട് വന്നില്ലേ എന്നുള്ള രീതിയിലാണ് നേരെ അക്കാഡമിയിലോട്ട് കയറി ചെല്ലുന്നത്. നമുക്ക് തന്നെ ഒരു ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഒക്കെ പറയത്തില്ലേ. ചെന്നൊരു 5-6 വർക്കൗട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവന്മാരെല്ലാം നല്ല ട്രെയിൻഡ് ആണ്, നമ്മൾ വന്നതേ ഉള്ളൂ, വലിയ ഷോ കാണിക്കണ്ട എന്നുള്ള രീതി മനസ്സിലായി. പിന്നെ തൊട്ട് എനിക്ക് കുട്ടികൾ അവർ തന്നെ പറഞ്ഞു, പിള്ളേരൊക്കെ ഓരോ വർക്കൗട്ട്സ് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് ചെയ്യാം. കുട്ടികൾ തന്നെ നമുക്ക് ഒന്ന് പറഞ്ഞു തരും. അങ്ങനെ അവരെല്ലാം പഠിപ്പിച്ചു തുടങ്ങി. ആ ഒരു രീതിയിൽ മെയിൻറ്റെയിനായി പോകാൻ തുടങ്ങി. അപ്പോൾ അവരുമായിട്ട് നിൽക്കുന്നതാണ് കുറച്ച് ടഫ്. എനിക്ക് പിടിച്ചിരിക്കാൻ പാടാണ്. കുട്ടികളായിട്ട് പിടിച്ചിരിക്കാൻ ഇച്ചിരി പാടാണ്. ഓക്കെ. ഈ ഫൈറ്റിംഗ് ടൈമിൽ സ്പീഡും പവറും കൂടാൻ വേണ്ടിയിട്ട് എന്ത് ടെക്നിക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? സ്പീഡും പവറും കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ട്രെങ്തനിങ് നമ്മൾ എങ്ങനെ കാർഡിയോ ചെയ്യുന്നു അതിനനുസരിച്ച് തന്നെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത് 1 day കാർഡിയോസും പ്രാക്ടീസും 1 day വെയിറ്റ് ട്രെയിനിങ്ങും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടിയാണ്. ഇത് രണ്ടും ഒന്ന് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്താൽ പവറും സ്പീഡും ഓൾമോസ്റ്റ് എല്ലാം ഒക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ ഫാറ്റ് കുറച്ച് ബോഡി വെക്കുക എന്നുള്ള ഒരിതുണ്ട്. സ്പീഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഫാറ്റ് കുറച്ച് ബോഡി വെക്കുക എന്നുള്ള. എൻ്റെ ബോഡിയിലൊരു 6% എങ്ങാണ്ട് ഫാറ്റേ ഉള്ളൂ. എൻ്റെ ഡയറ്റീഷ്യൻ നിതിൻ മാത്യു എന്ന് പറഞ്ഞ് കാക്കനാട് ഉള്ള പുള്ളിക്കൊരു ഫിറ്റ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഹെൽത്തി ഫുഡ് കഫേ ഉണ്ട്. പുള്ളിയാണ് എൻ്റെ ഡയറ്റ് മൊത്തം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഡയറ്റ് ഫുഡ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നത് കാക്കനാട്. എനിക്ക് തോന്നുന്നു ഡയറ്റ് കഫേസ് ഒന്നും അധികം ഇല്ലാന്ന് തോന്നുന്നു. അവിടെ കാക്കനാട് ഏരിയയിൽ ഉണ്ട്. അവിടെ പുള്ളിയാണ് എനിക്ക് ഡയറ്റ് ഫുഡ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് രാവിലെ ഒരു പ്ലാൻ ഇടും, ഇത് കഴിക്കാവുള്ളൂ. അപ്പോൾ ഇത്ര വെയിറ്റ് കയറി എന്നുള്ളത് ഞാൻ രാവിലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വെയിറ്റ് എനിക്ക് 69 മുകളിലും പോകാൻ പാടില്ല. ഒരു ലെവലിന് താഴ്ന്ന എൻ്റെ എനർജി ഡൗൺ ആവുകയും ചെയ്യും. അപ്പം എനിക്ക് എനർജി ഡൗൺ ആവുകയും ചെയ്യരുത്, ഓവർ ഫുഡ് ആവുകയും ചെയ്യരുത്, പക്ഷെ ബാലൻസ് ആയിരിക്കണം. അതുകൊണ്ട് പുള്ളി തന്നെ അത് കറക്റ്റായിട്ട് ചെയ്യും.
എന്നിട്ട് എൻ്റെ പേഴ്സണൽ ട്രെയിനർ ജിം വെയിറ്റ് ട്രെയിനിങ്ങിന് പേഴ്സണൽ ട്രെയിനറുണ്ട് ശരത് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ പുള്ളി ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കണക്ട് ചെയ്യും. അവൻ ഇന്ന് ഇത്രയും വർക്കൗട്ട് കൊടുക്കണം, ഞാൻ ഇത്രയും ഫുഡാണ് കൊടുത്തത്. അപ്പോൾ അത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് എനിക്ക് തരും. ഓക്കെ. ഈ ബിഗ്നേഴ്സ് മേക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുള്ള എന്താണ്? ഫൈറ്റിങ്ങിലായിട്ട് വരുന്ന ബിഗ്നേഴ്സ് മേക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം? മേക്ക് ചെയ്യുന്നൊരു പ്രോബ്ലം അല്ല, ഫൈറ്റിങ്ങിന് ഇടയ്ക്കൊക്കെ സംഭവിക്കുന്നത് അവർ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും ഫസ്റ്റ് ഫൈറ്റ് ഒക്കെ കഴിയുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞ് തോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. സത്യം പറഞ്ഞാൽ അവർ തോക്കുമ്പോൾ ഡൗൺ അല്ല അതുകൊണ്ട് അവർക്കൊരു ഇപ്പോൾ ഒപ്പോണൻ്റ് വരുന്ന പ്ലെയറും നമ്മളെപ്പോലെ തന്നെ അവനും ആ മെഡൽ, ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പോണൻ്റ് പ്ലെയർ അവനും വരുന്നത് ഇപ്പോൾ ഒരു മെഡൽ അടിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവൻ ഇത്രയും മാസം പ്രാക്ടീസ്, ചിലപ്പോൾ ഞാൻ 6 മാസം പ്രാക്ടീസ്, അവൻ 1 വർഷം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവൻ വന്ന് കളിക്കുന്നതും നിങ്ങൾ കളിക്കുന്നതും സെയിം ഒരു ഗെയിമിലാണ്, ഒരു ഇവൻറ്റിലാണ്. അപ്പോൾ അവൻ നിങ്ങളെ തോപ്പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും സാഡ് ആവാൻ പാടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം അവനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്ന് ബെറ്ററായിട്ട് ആലോചിക്കുക എന്നുള്ളേ ഉള്ളൂ. എൻ്റെ കൂടുതലുള്ള സ്റ്റുഡൻസൊക്കെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റുഡൻസ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ പേര് ഡൗൺ ആവുന്നേ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഡൗൺ ആവല്ലോ എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലാതെ ബാക്കി ടെക്നിക്കൽ മിസ്റ്റേക്ക് എല്ലാം അവർക്ക് കറക്റ്റ് ചെയ്യാനേ ഉള്ളൂ. മെൻ്റലി ഡൗൺ ആവാതിരിക്കുക. ഓക്കെ. ഒരു പ്രൊഫഷണൽ ഫൈറ്ററിന് കൊടുക്കുന്ന ഒരു അഡ്വൈസ്? പ്രൊഫഷണൽ ഫൈറ്റ് ഒരു ഫൈറ്റിന് ഇറങ്ങിയ നീയാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ചിറങ്ങുക. എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞു തന്നെ, നീയാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ചിറങ്ങുക. ആ ഫൈറ്റ് നീ ജയിച്ചിട്ട് ഇറങ്ങുമ്പോൾ നീ ഒന്നുമല്ലെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളേ ഉള്ളൂ. കാരണം അഹങ്കാരം തലയ്ക്ക് പിടിക്കരുത് എന്നുള്ളൊരു ഇത്. കാരണം നീ കയറുമ്പോൾ നീ ബെസ്റ്റാണ്, നീ നിന്റെ ബെസ്റ്റ് കാണിച്ചിട്ട് ഇറങ്ങുക. ഇറങ്ങുമ്പോൾ നീ ഒന്നുമല്ല, നീ ഇനിയും പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ചാൽ അതിൻ്റെ അകത്ത് പറ്റിയ മിസ്റ്റേക്കുകൾ കവർ ചെയ്യാൻ നോക്കുക. അതാണ് ഞാൻ അഡ്വൈസ് കൊടുക്കാനൊന്നും വലിയ ആളല്ല, എങ്കിലും പറഞ്ഞു. ഈ കേരളത്തിലെ കിക്ക് ബോക്സിങ്ങിൽ എന്തൊക്കെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം? കേരളത്തിലെ കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് കൂടുതൽ പ്ലെയേഴ്സിൻ്റെ സേഫ്റ്റി ഫോക്കസ് ചെയ്യുന്നൊരു ഗെയിമാണ്. ഇപ്പോൾ പ്ലെയേഴ്സിന് ഇപ്പോൾ ബാക്കിയുള്ള ഇവൻസിലൊക്കെ പോയാലും ഒത്തിരി ഇഞ്ചുറീസ് പറ്റും. പക്ഷെ ഇത് പ്ലെയേഴ്സിന് അത്ര ഇഞ്ചുറീസ് പറ്റരുതെന്ന് തന്നെ വിചാരിച്ച് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ പ്ലെയേഴ്സ് ഇപ്പോൾ അവരെ എങ്ങനെയാണ് പുതിയ ഗെയിമുകൾ, ഒരുപാട് ഗെയിമുകൾ പോയി പഠിക്കാതെ ഒരു ഗെയിം തന്നെ ഫോക്കസ് ചെയ്ത് അതിൽ ബാലൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ കിക്ക് ബോക്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ ഇവിടെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഒരു സ്പോർട്സിനെ ആരും വലുതായിട്ട് ഹോൾഡ് ചെയ്യാറില്ല. ഗവൺമെൻറ് ആയാൽ പോലും നമുക്ക് ഇപ്പോൾ വേണ്ട അത്ലറ്റ്സിന് വേണ്ട അത്ര പരിഗണനയൊന്നും കൊടുക്കാറില്ല. അതൊരു സ്പോർട്സിനും കൊടുക്കാറില്ല. അവർ മാക്സിമം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു അപ്പർ കൊടുക്കും, കേരളയുടെ ഒരു അപ്പർ കൊടുക്കും, പിന്നെ ഒരു ട്രെയിൻ ടിക്കറ്റ് കൊടുക്കുമായിരിക്കും മാക്സിമം. അതാണ് കേരളത്തിൽ ചെയ്യുന്ന മാക്സിമം പരിപാടി. ഇപ്പം ഞാനിവിടെ അടിച്ച ഈ മെഡല്, ഞാൻ ഇന്റർനാഷണൽ പോയി അടിച്ച മെഡല്, ഞാനിപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ പ്ലെയർ ആയിരുന്നെങ്കിൽ എനിക്ക് മിനിമം ഒരു 5 lakhs rupees അവിടുത്തെ ഗവൺമെൻറ് എനിക്ക് തന്നേനെ. അത് ഞാനൊരു സിൽവർ അടിച്ചെങ്കിൽ എനിക്ക് 3 lakhs കിട്ടിയേനെ, ഒരു ബ്രോൺസ് ആണെങ്കിൽ 1 lakh കിട്ടിയേനെ. എനിക്ക് ഇതിൻ്റെ എമൗണ്ട് പൈസ വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു അപ്രിസിയേഷൻ. ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ട് നമ്മളൊരു പ്ലെയറാണ്, ഓക്കെ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു മെഡൽ അടിച്ചു എന്ന് വിളിച്ച് നമ്മളെ തോളത്ത് തട്ടി നല്ല കാര്യം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഒന്ന് പിടിച്ച് നിർത്തിയാൽ മാത്രം മതി. നമ്മളത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ എനിക്കല്ല, ഇനി നാളെ ഇനി പോകുന്ന ഒരു പ്ലെയർ, അത് ഏത് ഇവൻ്റ് ആയാലും, ഇപ്പോൾ ഒരു കിക്ക് ബോക്സിംഗ് അല്ല ഇനി ഏത് ഇവൻ്റ് ആയാലും ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല, കേരളത്തിന് വേണ്ടിയിട്ട്, അവൻ്റെ നാടിന് വേണ്ടിയിട്ട് ഒരാൾക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അത് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതിനി എത്ര നല്ല ഇതായാലും, ഞാൻ ഈ ഇടയ്ക്ക് ഒരു റീല് കണ്ടായിരുന്നു, ഗുജറാത്തിലോ ഹരിയാനയിലോ എവിടെ ഒരു നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റ് ബോക്സർ വേസ്റ്റ് വരുന്നെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്ത്യയിൽ ഒരു അത്ലറ്റിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പേഴ്സണ് കൊടുക്കുന്ന വില. അതൊക്കെ നമുക്ക് അതിനൊരു ചേഞ്ച് വരണം. ഈ സ്പോർട്സിലെ നിയമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടോ? ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരുപാട് പൊളിറ്റിക്കലായി. ഇപ്പം ഇവിടെ കുംഭമേളയ്ക്ക് എങ്ങാണ്ട് 2200 കോടി എങ്ങാണ്ട് കൊടുത്തു എന്ന് ഞാനൊരു ന്യൂസ് കണ്ടിങ് കണ്ടു. അതിലൊരു 100 കോടി സ്പോർട്സിന് വേണ്ടി മാറ്റി വെച്ചാൽ ഇന്ത്യയിൽ അത്യാവശ്യം ഒളിമ്പിക്സിൽ മെഡൽസ് കൂടും. ഇതൊന്നും ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്, അതിൽ ഒരു വിഹിതമെങ്കിലും സ്പോർട്സിന് വേണ്ടി, ഇന്ത്യയിലെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ത്യ ക്രിക്കറ്റ് മാത്രമല്ല സ്പോർട്ട്, അല്ലെങ്കിൽ ഫുട്ബോൾ മാത്രമല്ല സ്പോർട്ട്,
ഇന്ത്യയിൽ വേറെ സ്പോർട്സ് ഉണ്ട്, അവിടെ അത്ലറ്റ്സ് ഉണ്ട്. അവർക്ക് വേണ്ടി കുറച്ചെങ്കിലും എമൗണ്ട് മാറ്റി വെച്ചാൽ ഇന്ത്യയിൽ അത്യാവശ്യം മെഡൽസ് ഒക്കെ വരും. കാരണം ഇത്രയും കോടി ആൾക്കാരുള്ളൊരു രാജ്യമാണ്. അപ്പോൾ അവിടുന്ന് മെഡൽസ് ഇല്ലെന്ന് പറയുന്നത് അത്രയും നമ്മൾ ഈ ഒളിമ്പിക്സിലൊക്കെ പോയി നാണം കെട്ട് വരുന്നതെന്ന് പറയുന്നത് ഇവിടെ കറക്റ്റായിട്ട് ആ സ്പോർട്സിന് വേണ്ടിയിട്ട് ഉള്ളൊരു ഡെവലപ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളിപ്പോൾ എവിടെ ഏത് സ്പോർട്സ് അക്കാഡമി ചെന്നാലും അവർക്ക് നല്ല ഫുഡ് കിട്ടുന്നില്ല, അവർക്ക് നല്ല ക്വാളിറ്റി, ഒരു നല്ല അപ്പറോ അല്ലെങ്കിൽ ഒരു നല്ല ലോവറോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര ഫെസിലിറ്റീസ് കിട്ടുന്നില്ല എന്ന് തന്നെ ആയിരിക്കും അവിടത്തുള്ള 100% പിള്ളേരും പറയാം. അത് ഉറപ്പാണ്. അത് നിങ്ങൾ എവിടെ പോയി നിങ്ങൾ തിരക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരുപാട് അത്ലറ്റിക് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അവരുടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ഇപ്പം എനിക്കിത് ഇവിടെ ഒന്ന് പറയാൻ പറ്റി. ഇപ്പം നാളെ ഒരു വേറെ ഒരിടത്തുള്ള ഒരാൾക്ക് വന്ന് പറയാൻ പറ്റണമെന്നൊന്നുമില്ല. അവിടെ പോയി ഒന്ന് തിരക്കി നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയിലും അല്ലെ കേരളത്തിലും എല്ലായിടത്തും ഓൾമോസ്റ്റ് എങ്ങനെ സ്പോർട്സിന് ഇത് ചെയ്യുന്നതെന്ന്. രാഹുൽ കാണാൻ ഭയങ്കര ഹാൻസം ആണ്, അടിപൊളിയാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ട്, പെൺകുട്ടികളൊക്കെ പ്രപ്പോസ് ചെയ്യാറുണ്ട്, അങ്ങനൊന്നും വരാറില്ല, അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടാറുണ്ട്, ചേട്ടനെ കാണാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, കമ്മിറ്റഡ് ആണോ? എല്ലാവരുടെയും പ്രതീക്ഷ പോയി കമ്മിറ്റഡ് ആണ്. ഓക്കെ, പുള്ളിക്കാരത്തി ഭയങ്കര സപ്പോർട്ടീവ് ആണോ? ഞാൻ സപ്പോർട്ടീവ് ആണെന്ന് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഞാൻ ഇന്റർനാഷണൽ പോകുന്ന ടൈമിൽ എനിക്ക് അത് പറയുമ്പോൾ സിനിമാറ്റിക് ടൈപ്പാണ്. ഇവിടുത്തെ അമ്പലത്തിലെല്ലാം എന്നെ കൊണ്ടുപോയി, ഇവിടുത്തെ പള്ളികളിലെല്ലാം എന്നെ കൊണ്ടുപോയി. ഞാൻ പോയി കഴിഞ്ഞിട്ടും ഇങ്ങനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്തായി. എന്നിട്ട് ഞാൻ തിരിച്ച് വരുന്ന, ഞാൻ എയർപോർട്ടിൽ വരുന്ന ടൈമിൽ ഒരു സ്വന്തമായിട്ടൊരു റിബണൊക്കെ കട്ട് ചെയ്ത് കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു ബൊക്കെ കണക്കാക്കി എനിക്ക് എയർപോർട്ടിൽ കൊണ്ട് തന്നു. ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അവളുടെ ഫ്രണ്ട് ചോദിച്ചു ഇത് 200 കൊടുത്താൽ വാങ്ങാൻ കിട്ടത്തില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് അവളെ ഇട്ട എഫോർട്ടാണ്. അങ്ങനെ ഒരാളെ കിട്ടിയില്ല, അത് ഭയങ്കര ലക്കാണ്. കിക്ക് ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു മൂക്കിൽ ഇങ്ങനെ പഞ്ച് ചെയ്ത സമയത്ത് ബ്ലഡ് വന്ന് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് നിർത്തിവെക്കോ, ഫൗളാവോ, അത് എങ്ങനെയാണ്? കിക്ക് ബോക്സിങ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ കണക്ക് ഒരുപാട് റൂൾസ് ഉള്ളൊരു ഗെയിമാണ്. കിക്ക് ബോക്സിങ്ങിൽ 7 ഇവൻറ്റ്സ് ഉണ്ട്. അതൊരു എത്ര വീക്കായിട്ടുള്ളൊരു പ്ലെയറിനും കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ഇവൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പോയിന്റ് ഫൈറ്റ് എന്ന് പറഞ്ഞൊരു ഫൈറ്റ് ഉണ്ട്. അതിൽ ജസ്റ്റ് പോയിന്റിന് വേണ്ടി മാത്രം ഫൈറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് 50% നമ്മുടെ പവർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹാർഡ് ഹിറ്റ് വരത്തില്ല. അത് കളിക്കുന്ന ടൈമിൽ ജസ്റ്റ് ലീഗൽ ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഹിപ്പിന് മുകളിലോട്ട് ഹെഡ് വരാണ്. അവിടെ എവിടെ ടച്ച് ചെയ്യാം, കിക്ക് ചെയ്യാം, അതിന് പോയിന്റ് കിട്ടും. അത് ഒരു വട്ടം തൊട്ട് കഴിഞ്ഞാൽ കളി സ്റ്റോപ്പ് ചെയ്യും, പോയിന്റ് വിളിക്കും, അടുത്ത ഫൈറ്റ് ചെയ്യും. അതായത് നെക്സ്റ്റ് ലൈറ്റ് കോൺടാക്ട് എന്ന് പറഞ്ഞൊരു ഇവൻ്റ്. അതിൽ കണ്ടിന്യൂസ് ഫൈറ്റ് ആയിരിക്കും. പക്ഷെ നേരത്തെ ടാർഗറ്റ് ഏരിയ തന്നെ ഹിപ്പ് തൊട്ട് ഹെഡ് വരെ ടാർഗറ്റ് ഏരിയ. അതൊരു 60 to 65% പവർ യൂസ് ചെയ്യാം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കിക്ക് ലൈറ്റ്. കിക്ക് ലൈറ്റിൽ നമുക്കൊരു 80% ഒക്കെ പവർ യൂസ് ചെയ്യാം. അത് പക്ഷേ മുട്ടിന് മേളോട്ട് ഹെഡ് വരെ ആയിരിക്കും. അബ്ഡോമിനൽ ഏരിയയിൽ പറ്റത്തില്ല, ബാക്കി എല്ലായിടത്തും പറ്റും. ബാക്കിൽ പറ്റില്ല. തൈസിൽ ബാക്ക് ഫ്രണ്ട് പറ്റും, പക്ഷേ ഹെഡിൽ ബാക്ക് പറ്റില്ല, മുതുകിലും പറ്റില്ല. പിന്നെ ഉള്ളത് റിംഗ് ഇവൻറ്റ്സ് ആണ്. റിംഗ് ഇവൻറ്റ്സിൽ തന്നെ ഫുൾ കോൺടാക്ട് ഉണ്ട്. ഫുൾ കോൺടാക്റ്റിൽ എന്ന് പറയുന്നത് ഹിപ്പിന് മുകളിൽ തന്നെ ഹാർഡ് പഞ്ചസ് മാത്രം, കണ്ടിന്യൂസ് ഹാർഡ് പഞ്ചസ് ഹിപ്പിന് മുകളിൽ മാത്രം. പിന്നുള്ളത് ഫുൾ കോൺടാക്റ്റ് ആണ്. ഫുൾ കോൺടാക്റ്റ് ആണ് ഇപ്പോൾ പറഞ്ഞതെന്ന് തോന്നുന്നു. ലോ കിക്ക്. ലോ കിക്കിലാണെങ്കിൽ മുട്ടിന് മേലോട്ട് ഫുള്ള് ഹാർഡ് പഞ്ചസ്. പിന്നുള്ളത് കേവൻ ഫുൾ ബോഡി ഫൈറ്റ് ചെയ്യണം. ഫുൾ ബോഡിയിൽ എവിടെ വേണമെങ്കിലും കിക്ക് ചെയ്യാം, പഞ്ച് ചെയ്യാം. അങ്ങനെയാണ് ഇവൻറ്റ്സ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പോയിന്റ് ഫൈറ്റിലൊക്കെ നോക്ക് ഡൗൺ ആക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഈ ഗെയിമിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള ഇവന്റ് സെലക്ട് ചെയ്ത് അതിലിറങ്ങി അവർക്ക് കളിക്കാം. ഈ സ്പോർട്സിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാരാണ്? എം എസ് ധോണി. ഓക്കെ, എന്തുകൊണ്ട്? പുള്ളി ഭയങ്കര കൂളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. മീൻ ഇപ്പോൾ ഭയങ്കര പ്രഷറായിട്ടൊരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുക, നമ്മൾ നോക്കുമ്പോൾ പുള്ളി അവിടെ കാമായിട്ട് എന്തെങ്കിലും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ബട്ട് നമുക്കത് ഫീൽ ചെയ്തില്ല. അവിടെ നടക്കുന്നൊരു പ്രഷർ പുള്ളിയുടെ ടീംമേറ്റ്സിന് കൊടുക്കാറില്ല. പുള്ളി അവിടെ കൂളായിട്ട് അവിടെ നിന്ന് അത് ഹാൻഡിൽ ചെയ്യും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനത് പല ടൈമിലും കോപ്പി ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒപ്പോണൻ്റ് എന്നെക്കാട്ടി വലുതാണെങ്കിലും അല്ലെങ്കിൽ എന്നെ അടിക്കുമെന്ന് തോന്നിയാലും ഞാനത് ഒപ്പോണൻ്റെ അടുത്ത് കാണിക്കാറില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഉള്ളിലുണ്ടായിരിക്കും, എങ്കിലും നമ്മളത് ഫേസിൽ കാണിക്കാതെ തന്നെ മാക്സിമം. എനിക്ക് പുള്ളിയെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്യൂച്ചർ ഗോൾസ് എന്തൊക്കെയാണ്?
എനിക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഇപ്പോഴും ഷോർട്ട് ഫിലിമും വെബ് സീരീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആക്ടിങ് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, ഡയറക്ഷനാണ്. ആക്ടിങ് പക്ഷേ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ പിടിച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പൊ ആളെ കിട്ടാതാകുമ്പോഴത്തേക്കും ഞാനവിടെ സൈഡിൽ പോകണമെങ്കിൽ പിടിച്ച് ചെയ്യിപ്പിക്കും. പടം ചെയ്യാന്നുള്ളതാണ്. ഞാൻ വലിയ സൂര്യ ഫാനാണ്. ഞാനും വാരണായിരം കണ്ടതിന് ശേഷം ഭയങ്കര ഫാനാണ്. ഞാൻ കൊച്ചിലോട്ട് സൂര്യ ഫാനാണ്. അപ്പോൾ എനിക്ക് പുള്ളിയെ വെച്ചൊക്കെ ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റട്ടെ, അത് നടക്കട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ, ഫൈറ്റിൽ നിന്നും പഠിച്ച ഒരു ബിഗ്ഗസ്റ്റ് ലെസൺ എന്താണ്? ഫൈറ്റിൽ നിന്ന് പഠിച്ചത്, ഇപ്പോൾ എൻ്റെ ഇതുവരെയുള്ള കരിയറിൽ ഞാൻ ആകെ 4 മാച്ചസ് തോറ്റിട്ടുള്ളൂ. 4 മാച്ചസ് തോറ്റതും നാഷണൽസാണ്. നാഷണൽ തോറ്റ 4 മാച്ച് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല ഞാൻ തോറ്റത്. കാരണം റഫറീസ്, ഒരു ഇന്ത്യയിൽ നടക്കുന്നൊരു മാച്ച് നാഷണൽസ് നടക്കുമ്പോൾ അവിടെ ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ അവരുടെ നാട്ടിലുള്ള റഫറീസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അവരെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ചെയ്യും. നമ്മളിനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവരെ തോൽപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അവരെ തോൽപ്പിക്കും. പക്ഷേ അവരെ കൊണ്ട് പോലും അവരെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഇനി തോൽപ്പിക്കരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഇന്റർനാഷണൽ പോയത്. ഇനി ആര് വിചാരിച്ചാലും ഞാൻ തോറ്റു കൊടുത്താലല്ലേ വരത്തുള്ളൂ. അപ്പം ഇനി തോറ്റു കൊടുക്കത്തില്ല എന്നുള്ളൊരു ബൂസ്റ്റ് എനിക്ക്, അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ വന്നാലും ഞാൻ തോറ്റു കൊടുക്കരുത് എന്നുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ്. എന്നെക്കാട്ടി നല്ല പ്ലെയർ ആണെങ്കിൽ അവന് കളിച്ച് ജയിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ തന്നെ ജയിക്കും എന്നുള്ള ഇല്ല. അപ്പോൾ ഫെയിലിയേഴ്സിനെയൊക്കെ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? ഫസ്റ്റ് ഫെയിലിയർ എനിക്ക് ഒട്ടും ഇതേ പറ്റില്ല. കാരണം ഞാൻ പീക്കിൽ നിൽക്കുന്ന ടൈമിലാണ് എൻ്റെ ഫസ്റ്റ് ഫെയിലിയർ. ഞാൻ കേരളയിലും സ്റ്റേറ്റിലായാലും നാഷണൽസ് ആയാലും കണ്ടിന്യൂസ് നോക്ക് ഡൗൺ ചെയ്തിട്ടാണ് ഞാൻ നാഷണൽസ് ഫസ്റ്റ് സെമിയിലാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഗോൾഡ് ഉറപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം തോറ്റപ്പോൾ എനിക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പോയിന്റ് നോക്കുമ്പോഴും ഞാനാണ് ലീഡുള്ളത്. എനിക്ക് 4 വാണിംഗ് കിട്ടിയെന്നുകൊണ്ടാണ് ഞാൻ തോറ്റത്. അപ്പോൾ എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റെ ഹെഡ് ഗിയറൊക്കെ എടുത്ത് താഴെ എറിഞ്ഞിട്ട് ഞാൻ നേരെ മണ്ടയ്ക്ക് കടന്നു പോയി. അപ്പം എൻ്റെ കോച്ച് നടന്ന് മണ്ടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, നീ ഒരിക്കലും നീ തോറ്റാ നീ കരഞ്ഞോ പിടിക്കുകയോ അതൊന്നുമല്ല ഇവിടെ നിന്നോ, ഒരിക്കലും നിൻ്റെ ഹെഡ് ഗിയേഴ്സോ അല്ലെങ്കിൽ നിൻ്റെ ഗിയേഴ്സോ എടുത്ത് എറിയരുത്. അത് നിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നീ യൂസ് ചെയ്യുന്ന സാധനം. അതിനൊരു റെസ്പെക്ട് കൊടുത്ത് വേണം ചെയ്യാൻ. അതുമല്ല, ഇന്ന് തോറ്റെങ്കിൽ നാളെ വന്ന് ജയിച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ നീ ഗെയിമിന് നിൽക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് ഞാൻ തോറ്റ ആ തോൽവി അക്സെപ്റ്റ് ചെയ്ത് ഞാൻ മാറത്തുള്ളൂ. എനിക്ക് പിന്നെ അതിനുശേഷം ഒരു 2-3 മാച്ച് തോറ്റിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ തോറ്റിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ഫൈറ്റിന് പോകുന്നതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എന്താണ്? മെന്റലി ആയാലും ഫിസിക്കലി ആയാലും? ഫിസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് ഞാനൊരു ഒന്നാമത്തെ കാര്യം, ഞാൻ നല്ല ഫുഡ് ചെയ്യാം. എനിക്ക് ഈ സ്വീറ്റ്സ് ഒക്കെ കണ്ടാൽ ഞാൻ ഓടിപ്പോയെടുത്ത് കഴിക്കും. പക്ഷേ ഈ ടൈമിൽ സ്വീറ്റ്സ് കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഒരുപാട് ഇതുണ്ട്, ഇങ്ങനത്തെ ടൈപ്പ് ഫുഡ്സ് ഒന്നും കഴിച്ചുകൂടെന്നുള്ള. സ്വീറ്റ്സ് നമ്മൾ ഫൈറ്റിന് മുമ്പ് സ്വീറ്റ് ഒരു മധുരം വായി നിൽക്കാൻ വേണ്ടിയിട്ട് കഴിക്കും. അത് നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് അത് ലോങ് ടൈം ആവത്തില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഷുഗർ വേണം, പക്ഷെ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഷുഗർ എടുക്കുള്ളൂ. ഫ്രൂട്ട്സിൽ നിന്നുള്ള ഷുഗേഴ്സൊക്കെ അത്യാവശ്യം നല്ലതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഈ സ്വീറ്റ്സ് ഇതൊക്കെ ആയതുകൊണ്ട് പോയി എടുത്ത് കഴിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാടായിരുന്നു. പിന്നെ നമ്മൾ എന്തായിരുന്നു ചോദിച്ചോണ്ട് പോയി ക്വസ്റ്റ്യൻ. അപ്പോൾ എനിക്ക് മെൻ്റലിയും ഫിസിക്കലിയും ഉള്ളത് ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നുള്ളത് മെൻ്റലി നമ്മളൊരു ഗെയിമിന് പോയിരിക്കുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ഒരു സിറ്റുവേഷൻസ്, ഇത്രയും ആൾക്കാരെയും ഇത്രയും ക്യാമറാസ്, ഇത്രയും ഇതെല്ലാം കാണുമ്പോഴേ നമ്മൾ പകുതി പാനിക്കാവും. ആ ടൈമിൽ നമ്മുടെ മൈൻഡ് എവിടെയോ പോവും, എവിടേക്കോ ചിന്തിച്ച് പോവും. അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ളത് ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അവിടെ നിന്ന് ചിന്തിക്കും, തോറ്റ നാട്ടിലോട്ട് പോകാൻ പറ്റുമോ, ഇത്രയും പേര് കാണുന്നില്ലേ, അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മെഡൽ എക്സ്പെക്ട് ചെയ്തിരിക്കുക, നമ്മുടെ കോച്ച് ഫ്രണ്ട് ചെയ്തിട്ട് നമുക്ക് 100 കാര്യം പറഞ്ഞു തരുന്നുകൊണ്ടിരിക്കുമായിരിക്കും. നമ്മൾ അതൊന്നും കേൾക്കുന്നില്ലായിരിക്കും, ചിലപ്പോൾ വേറെ എവിടെയോ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും.
അവിടുന്ന് പോയ നമ്മളെ തിരിച്ചവിടെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കാണ്. അതെ. അവിടെ കൊണ്ടുവന്നിട്ട് പുള്ളി വന്ന് 2 തട്ടൊക്കെ തട്ടുമ്പോഴായിരിക്കും നമ്മൾ ഓക്കെ ഇനി കേൾക്കാന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് നമ്മൾ എത്തിക്കുക. നമ്മൾ ഇത്രയും നാൾ വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും വർഷം വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും നാൾ ചെയ്തതെല്ലാം ഈ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റിന് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം വരണം എന്നുള്ളതാണ് ഒരു അത്ലറ്റ്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ചെയ്തെല്ലാം വേസ്റ്റാണ്. ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തുന്നത് ഒരു ഇച്ചിരി ടാസ്ക്. അപ്പൊ ഇങ്ങനെ ഫൈറ്റിനൊക്കെ പോയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ വേറെ സ്ഥലത്തു നിന്നൊക്കെ? എൻ്റെ എല്ലാ ഒപ്പോണൻസും എൻ്റെ ഫ്രണ്ട്സായിരുന്നു. എല്ലാവരും എൻ്റെ ഞാൻ ഫൈറ്റ് തുടങ്ങുമ്പോൾ എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറും. അതെന്താ? കാരണം എനിക്ക് ഫൈറ്റ് ടൈമിൽ എനിക്ക് അവരോടൊരു സെന്റിമെന്റ്സ് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അടിക്കുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് കോംപ്രമൈസ് ചെയ്യും. ഞാൻ അത് ഫൈറ്റ് വരുന്നവരെ അവരെ മാക്സിമം അവരെ അവോയ്ഡ് ചെയ്തിട്ട് വന്ന് തിരക്കിയാലും ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്ത് മാറും, കാണാതെ തന്നെ മാറും. എന്നിട്ട് ഫൈറ്റ് കഴിഞ്ഞ് ഞാൻ അവരെ ജസ്റ്റ് ഹഗ് ചെയ്യും, ഇത് ചെയ്യും. എന്നിട്ട് പോയി അവരുടെ കോച്ചിനെയൊക്കെ റെസ്പെക്ട് ചെയ്തിട്ട് ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് ഗാർഡ്സ് എല്ലാം ഊരിയിട്ട് നേരെ അവരുടെ ക്യാമ്പിൽ പോയിട്ട് ഞാൻ അവരെ ഹഗ് ചെയ്തിട്ട് അവരത് സംസാരിച്ച് അവരുടെ ഫ്രണ്ട്ലി ആയി പോയി എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിക്കും, സംസാരിക്കും. നല്ല ഗെയിമാണ്, അവൻ്റെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ഫൈറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി പറഞ്ഞു കൊടുക്കും. എല്ലാവരും എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്, ഞാൻ തിരിച്ച് സംസാരിക്കും. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവനും അത്രയും കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്താൽ വരുന്ന ഒരുത്തനാണ്. അപ്പോൾ അവനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് എൻ്റെ കോച്ച് എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം. അത് ഒപ്പോണന്റിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. ഗോൾഡ് മെഡൽ കിട്ടിയ സമയത്തുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു? എനിക്ക് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ ഗോൾഡ് കിട്ടുന്നത്. സ്റ്റേറ്റിലൊക്കെ എനിക്ക് സ്റ്റേറ്റിലിപ്പോൾ ഒരു പ്രിവിലേജ് ഉണ്ട്, മത്സരിക്കേണ്ട ഡയറക്റ്റ് നാഷണൽസ് പോകുന്നു. കഴിഞ്ഞ നാഷണൽസ് എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇന്റർനാഷണൽ പോകാനുള്ള ഒരു ചാൻസ് കിടപ്പുണ്ടായിരുന്നു. വിവേക് മാഷ് എന്ന് പറഞ്ഞ മാഷ, പുള്ളിയാണ് കേരള അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി. അപ്പോൾ പുള്ളി ഇന്റർനാഷണൽ റെഫറിയാണ്. പുള്ളി ഇപ്പോൾ ഒളിമ്പിക്സിൽ കിക്ക് ബോക്സിങ് വരുവാണെങ്കിൽ വിളിക്കുന്ന റെഫറീസിൽ ഇന്ത്യയിൽ നിന്ന് ആകെ ഒരു റിങ്ങിലെ ഒരു റെഫറി കാണത്തുള്ളത് പുള്ളിയായിരിക്കും. പുള്ളിക്ക് അത്രയും ഹോൾഡുണ്ട്. അപ്പോൾ പുള്ളി തരുന്നൊരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളി നമ്മൾ ഈ പ്രാവശ്യം പോകുമ്പോൾ നീ ഈ പ്രാവശ്യം വാ, കുഴപ്പമില്ല, ഞാൻ എന്തെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാന്നുള്ള രീതിയിൽ പുള്ളി ഹാൻഡിൽ ചെയ്ത് എന്നെ അവിടെ കൊണ്ടുപോയി അവിടെ മാച്ച് കളിച്ച് ഞാൻ ഇറങ്ങി. ഇത്രയും നാൾ ഗോൾഡൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്, നാഷണൽ സെമിയിൽ തോറ്റതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നിട്ട് രാഹുലാൽ പത്മ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ് അവരാ പോളിയത് പിടിച്ച് നിർത്തി ഞാൻ ഗോൾഡ് മെഡൽ ഇട്ട് എൻ്റെ പുറകിൽ ഫ്ലാഗ് ഉണ്ട്, ഇന്ത്യയുടെ ഫ്ലാഗ്. എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് ഞാൻ എവിടെയാണ് ആലോചിച്ച് പോകുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. അവരെന്തോ എൻ്റെ അടുത്ത് താഴെ നിന്നിട്ട് കൺഗ്രാജുലേഷനോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനിങ്ങനെ എന്തോ നിന്ന് ആലോചിക്കുക, ഞാൻ അതിന് ഡിസേർവ്ഡ് ആണോ, ഞാനിവിടെ നിൽക്കാൻ അർഹനാണോ, ഇത്രയും പേര് നമ്മളെ നോക്കുന്നുണ്ട്, ഇത്രയും രാജ്യങ്ങൾ അപ്പുറത്തിപ്പുറത്തൊക്കെ വേറെ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എന്നിട്ട് ഹീസ് ദ ഗോൾഡ് മെഡലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുക. നമ്മള് വേറെ മൂടാ. അപ്പൊ ഞാൻ എന്നിട്ട് തിരിച്ചിറങ്ങി നേരെ എൻ്റെ കപ്പ് കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ കോച്ചിൻ്റെ കയ്യിലാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. കോച്ചിൻ്റെ കൊടുത്തിട്ട് നീ ലിഫ്റ്റ് ചെയ്യടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ലിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു ഫ്രണ്ട്സ് എല്ലാം ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ആ ഫോട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എപ്പോഴും എൻ്റെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരിക്കും അത്. ഞാൻ ആ കപ്പ് കിട്ടിയ എൻ്റെ ഫസ്റ്റ് ഫോട്ടോ അതാ. നമുക്കതൊരു പ്രത്യേക ഫീൽ അല്ലേ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഫൈറ്റ് ഉണ്ടോ, അത് ചെയ്യണ്ടായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും തോട്ട്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എല്ലാ ഫൈറ്റും അത്യാവശ്യം ഞാൻ ജയിക്കേണ്ട ഗെയിമാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെ എന്നെ അങ്ങനെ അടിച്ചാരും തോപ്പിച്ചിട്ടില്ല. അത് റൂൾസിന്റെ മിസ്റ്റേക്സ് കാരണം തോറ്റിട്ടുള്ളതേ ഉള്ളൂ. രാഹുലിന് മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഒന്ന് പറയാമോ? ഇപ്പൊ ഈ ഇന്റർനാഷണൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ളതാണെങ്കിൽ ഞാൻ എൻ്റെ ക്ലൈൻ്റ് ഉണ്ട്, ഞാൻ ഇവിടെ ട്രാൻസ്ഫോമേഴ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അവിടെയാണോ? ഞാനും അവിടെയാ. സെയിം സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ഒരുപാട് പേര് വരാറുണ്ട്. അതായിരിക്കും ഞാൻ ആരെയും ശ്രദ്ധിക്കാറില്ല, മേ ബി അതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലൈൻ്റ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടനാണ്. ഞങ്ങൾ ഷോർട്ട് ഫിലിം വഴി പരിചയമുള്ള എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയുടെ അളിയനാണ്, അപ്പോൾ എൻ്റെ ക്ലൈൻറ്റും കൂടിയാണ്. പുള്ളി ഒരു ദിവസം ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എന്നാടാ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ഡേറ്റിലാണ് പോകുന്നത്, 31 പോകും, ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തോന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. ഓക്കെ ഞാൻ ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പുള്ളി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു തന്നു. അത് ഭയങ്കര
മെമ്മറബിൾ ഒരു സംഭവമായിരുന്നു. പിന്നെ മെമ്മറബിൾ എന്ന് പറയുന്നത് തിരിച്ച് മെഡലൊക്കെ അടിച്ച് വന്ന് നാട്ടിലെത്തിയപ്പോഴത്തേക്ക് നാട്ടിൽ എനിക്കൊരു സ്വീകരണം തന്നു. എനിക്ക് വേണ്ടി മാത്രം ഒരു ഫംഗ്ഷൻ. എന്നെ അപ്പുറത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു ചെണ്ടമേളമൊക്കെ ആയിട്ട് കൊട്ടി ഞങ്ങളുടെ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് ഞാൻ ഇടിയുണ്ടാക്കിയത്. അവിടെ തന്നെ കൊണ്ടുവന്ന് എനിക്കൊരു അനുമോദനം. ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു. അച്ഛൻ പറഞ്ഞു എനിക്ക് ഇത് മതി, ഇതിൽക്കുള്ളൊന്നും വേണ്ടെന്ന്. അച്ഛൻ്റെ വായിന്നൊക്കെ അതൊക്കെ കേൾക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. അപ്പോൾ അച്ഛൻ അത് പറഞ്ഞു. അമ്മയൊക്കെ വന്ന് കെട്ടിപ്പിടിച്ചു. ഒത്തിരി അമ്മമാര് ഈ നമ്മുടെ എൻ്റെ അമ്മയുടെ അമ്മ, പിന്നെ അച്ചാമ്മമാരുണ്ട്. എനിക്ക് ഒത്തിരി ബന്ധുക്കളുണ്ട്. അപ്പോൾ അവരെല്ലാവരും വന്ന് കയ്യിലും മൂക്കുന്നു, കവിളിലും മൂക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര മെമ്മറബിൾ സംഭവമായിരുന്നു. ഞാൻ എൻ്റെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയില്ലേ, മെഡൽ അടിച്ചതിനെക്കാട്ടി കൂടുതൽ സന്തോഷം പകുതി എനിക്ക് പകുതി നാട്ടുകാർക്ക് എന്നെ ഇഷ്ടമല്ല. കാരണം ഞാൻ എന്തോ ചെയ്യുന്നതെന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെല്ലാവരും വന്ന് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മള് വരുന്നവരെല്ലാവരും ഒരു 100 വട്ടം എൻ്റെ പേര് പറയുന്നത്. ഒരു നാട് മൊത്തം നമ്മളെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്ന് കൂടുന്നു. നമ്മുടെ പേരിൽ കുറേ ഫ്ലെക്സ്, നാട്ടിൽ മൊത്തം ഫ്ലെക്സ്. ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ചേട്ടനൊക്കെ എൻ്റെ സർപ്രൈസാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും ഫ്രണ്ട് മൊത്തം എൻ്റെ ഫ്ലെക്സ്, വരുന്ന വഴി മൊത്തം ഫ്ലെക്സ്. അപ്പോൾ എൻ്റെ ചേട്ടൻ, ഞാൻ പറഞ്ഞു ചേട്ടൻ നിങ്ങളപ്പോൾ ഫ്ലെക്സ് ചെയ്യും, നിന്നെ അറിയിച്ച് എങ്ങനെ വെക്കുന്നത്? എൻ്റെ ചേട്ടൻ ഉണ്ണിക്കുട്ടാണെന്ന് പറഞ്ഞൊരു ചേട്ടൻ, പുള്ളിയൊക്കെ ക്യാഷ് കൊടുത്ത് പുള്ളിയായിട്ട് ഫ്ലെക്സ് ഒക്കെ വെച്ച് നാട്ടുകാർ മൊത്തം ഫ്ലെക്സ് വെച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ അതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. എനിക്കതൊക്കെ ഭയങ്കര അതായിരുന്നു ഏറ്റവും വലിയ. എനിക്ക് നമ്മളിലെ കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മളെ ഒത്തിരി അപമാനിച്ച ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് അതിന്റെ ഒരു ഫീല് വേറെ ആയിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഞാനൊരു സ്പീച്ചൊന്നുമല്ല, കുറച്ച് ഡയലോഗുകൾ ഞാൻ പറഞ്ഞു. അതിനൊക്കെ അവർ കൈയടിക്കുകയും ചെയ്തു. എന്നെ കളിയാക്കിയവരെ കൊണ്ട് തന്നെ ഞാൻ കൈയടിപ്പിച്ചു എന്നുള്ളൊരു ഫീലും എനിക്കുണ്ട്. അതുകൊണ്ട് സന്തോഷമുണ്ട്. രാഹുലിനെ കാണാൻ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.